ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നമ്മുടെ പ്രായക്കാർക്ക് ഫേഷ്യൽ മസാജ് വേണോ അല്ലെങ്കിൽ നമുക്കെങ്ങനെ തനിയെ ചെയ്യാൻ പറ്റും, അത് തനിയെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മനസ്സിലാക്കി തരാനാണ്. ഇത് എങ്ങനെ ചെയ്യണം, ഇത് ചെയ്താലുള്ള പ്രയോജനം, നമ്മുടെ പ്രായക്കാർക്ക് പറ്റിയ മസാജുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇത് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഈ പ്രായക്കാർക്ക് ഫേഷ്യൽ മസാജ് വേണോ, അത് നമ്മൾ തനിയെ ചെയ്യണോ അതേ സലൂണിൽ പോയി ചെയ്യണോ? നമുക്ക് തനിയെ തന്നെ ചെയ്യാൻ പറ്റും. എന്ന് വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സലൂണിൽ പോയി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സലൂണിൽ പോയി ചെയ്യട്ടെ. അവരാകുമ്പോൾ കുറേ കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യും. പക്ഷേ അവർ പറഞ്ഞു തന്ന പ്രൊഫഷണലായിട്ടുള്ള ചെറിയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നു. ഞാൻ കാണിച്ചും തരാം മസാജ് എങ്ങനെയാണെന്നുള്ള. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളണേ. അതായത് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ആണുള്ളത് നമ്മുടെ ഫേഷ്യൽ മസാജ് കൊണ്ട്. ഇപ്പം നമ്മൾ സലൂണിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ഫേഷ്യലായിട്ട് കംപ്ലീറ്റ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ മസാജ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കുളിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എണ്ണ കൊണ്ടും ചെയ്യാം, നമുക്ക് നമ്മുടെ കയ്യിരിക്കണ മോയ്സ്ചറൈസർ കൊണ്ട് ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ കാര്യങ്ങളനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ആയിരിക്കുമല്ലോ നമ്മൾ വാങ്ങുന്നത്, അത് വെച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് അതിന് ഉണ്ട്. നമുക്ക് വീട്ടിൽ ചെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്നും ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി എന്നും ചെയ്യണ്ട, നിങ്ങൾ 2 ദിവസത്തെ ഒരിക്കൽ ചെയ്യും, അല്ലെങ്കിൽ 3 ദിവസത്തെ ഒരിക്കൽ ചെയ്യും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യും. എല്ലാം അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. ഇനി ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ മുഖം നല്ല വൃത്തിയാക്കണം. ക്ലെൻസർ വെച്ചിട്ട് നമ്മുടെ കൈക്ക് നല്ല വൃത്തി ഉണ്ടായിരിക്കണം. നമ്മൾ ക്ലെൻസർ വെച്ച് മുഖം കഴുകുമ്പം ചിലപ്പോൾ നമ്മൾ ഒരു കൈ ആയിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ നമ്മുടെ 2 കൈയും നല്ല വൃത്തിയായിട്ട് വേണം വെക്കാനായിട്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കൈയുടെ അഴുക്ക് ഉള്ളിൽ പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 കൈയും നല്ല വൃത്തിയാക്കി വെക്കുക. മുഖവും കഴുത്തും നന്നായിട്ട് കഴുകുക. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എടുപിടിയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉറക്കയിട്ട് മസാജ് കൊടുക്കരുത്. വളരെ ലൈറ്റായിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സും എല്ലാം റിലാക്സ് ചെയ്ത് നമ്മൾ മസാജ് കൊടുക്കണം. നമുക്ക് എത്രയാണോ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രഷർ, അത്രയും പ്രഷറിൽ നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ ഭയങ്കര ഇറുക്കി അങ്ങ് ചെയ്യേണ്ട. കാരണം ചില സലൂണിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഫേഷ്യൽ അധികം ചെയ്യാറില്ല. ഞാൻ ചെയ്യണേ തനിയെയാണ് ഞാൻ മസാജൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ പോയി ചെയ്തിട്ടുള്ള ചില സമയങ്ങളിൽ, എല്ലാ സമയമൊന്നും ഞാൻ പറയുന്നില്ല, 1-2 പ്രാവശ്യം, അതായത് ചെയ്ത ആ കുട്ടിയുടെ കൈയുടെ ഫോഴ്സ് മുഴുവൻ ഉപയോഗിച്ചാണ് എൻ്റെ മുഖത്ത് ചെയ്യുന്നത്. പക്ഷേ അതെനിക്ക് റിലാക്സേഷൻ കിട്ടിയിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ചിലർ ചെയ്യുന്ന ഭയങ്കര റിലാക്സേഷനാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ തനിയെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മുഖത്ത് നമുക്ക് എത്ര പ്രഷർ വേണം, നമ്മുടെ മനസ്സ് നമുക്ക് ടൈം എടുത്ത് നമ്മൾ ചെയ്യണം. അല്ലാതെ ധൃതിയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കിടക്കുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ആ ജോലി തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്യും. അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ടൈം എടുത്ത് നിങ്ങളൊരു 5 മിനിറ്റോ അല്ലെ 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴും നിങ്ങളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്ന മുഖത്ത് മസാജ് ചെയ്യാനായിട്ട്. വെറും ഡ്രൈ ഫേസിൽ മസാജ് ചെയ്യരുത്, അത് നീങ്ങത്തില്ല. നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സ് നീങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു മയം വേണം. അപ്പോൾ അതിനൊന്നീ മോയ്സ്ചറൈസർ എടുക്കണം, അല്ലെങ്കിൽ എണ്ണ എടുക്കണം. ഈ എണ്ണ ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളിപ്പം മുഖത്തിടുന്ന എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുമായിരിക്കുമല്ലോ. ആ ടൈമിന് കുളിച്ചാൽ കഴിഞ്ഞ് അപ്പോഴും വേണമെങ്കിലും ചൂസ് ചെയ്യാം. എണ്ണയാണെങ്കിൽ നമ്മൾക്ക് കുളിക്കുന്നതിന് മുന്നെയോ ഒക്കെ ഉപയോഗിക്കാം. ഇനി എടുക്കുന്ന എണ്ണയുടെ നിങ്ങളുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള എണ്ണയൊക്കെ
ഉപയോഗിക്കാം. ഇപ്പം നല്ലെണ്ണയായിരുന്നാലും നല്ലെണ്ണ എല്ലാത്തിനും നല്ലതാണ്. നല്ലെണ്ണയെന്ന് പറഞ്ഞാൽ സെസമേ ഓയിൽ, ജിഞ്ചിലി ഓയിൽ, അതാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എള്ളെണ്ണ. അപ്പം അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതായത് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഇല്ല, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല ഹോഹോബ ഓയിലുണ്ട്, പ്രിംറോസ് ഓയിലുണ്ട്, സ്വീറ്റ് ആൽമണ്ട് ഓയിലുണ്ട്, പിന്നെ അവക്കാഡോ ഓയിലുണ്ട്. ഇങ്ങനെ കുറേ ഓയിൽസ് ഉണ്ട് നമുക്ക് മുഖത്ത് ഇടാൻ പറ്റുന്ന, റോസിപ്പ് ഓയിൽ. അപ്പോൾ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒത്തിരി ഓയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. സ്വീറ്റ് ആൽമണ്ട് ഓയിലിന് ഒരു പ്രത്യേകതയുണ്ട്, സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് തരും. പിന്നെ ചില ഓയിൽസിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഒക്കെ കാണും. ഹൊഹോബ ഓയിൽ എന്ന് എഴുതിയിരുന്നാലും അതിൽ നിങ്ങളുടെ സ്പെല്ലിങ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ശ്രദ്ധിച്ചോളണം. ജൊജോബ എന്നായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഹൊഹോബ ഓയിൽ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. അതിൽ വൈറ്റമിൻസും മിനറൽസും നിറച്ചുണ്ട്. അത് നമ്മുടെ പോസ് ഒന്നും ക്ലോഗ് ചെയ്യില്ല. പോസ് ക്ലോഗ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ സുഷിരങ്ങളുണ്ടല്ലോ, നമുക്കൊരു പ്രായം കുറഞ്ഞ ചെറുപ്പത്തിലൊക്കെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഈ സുഷിരങ്ങൾ അങ്ങ് വികസിക്കും. അപ്പം അതിൻ്റെ അകത്ത് എണ്ണ കയറി കെട്ടി നിന്നിട്ട് അത് നമ്മൾ നേരെ ഫേസ് വാഷ് ചെയ്യാതിരുന്നാൽ അപ്പോഴാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്ന് മുഖക്കുരു ഉണ്ടായി, അങ്ങനെ മുഖം വൃത്തികേടാകും. പിന്നെ അത് ആ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യില്ല, ഒരുമാതിരി സ്കിന്ന് വളരെ ഡള്ളായിട്ടൊക്കെ ഇരിക്കും. അപ്പം അതൊന്നും ഇല്ലാതാക്കാൻ പറ്റിയ, അതൊന്നും ഉണ്ടാവത്തില്ല ചില ഓയിൽസ്. അതേസമയം കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പോസിൻ്റെ അകത്ത് കയറും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഓയിൽസ് ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രീം, നിങ്ങളുടെ ക്രീം എടുത്താൽ മതി. പിന്നെ അർഗൻ ഓയിലുണ്ട്. അർഗൻ ഓയിലിനാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്നുകാർക്ക് അത് നല്ലതാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. അത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സ്കിന്നിന് കുറച്ചൊന്ന് ഒരു ചെറുപ്പം നിലനിർത്താനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. റോസ് ഹിപ്പ് ഓയിലാണെങ്കിൽ വൈറ്റമിൻ എയും സിയും ഉണ്ട്. അപ്പം സ്കിന്നിന് കുറച്ച് ബ്രൈറ്റ്നസ് കൊടുക്കുകയും ചെയ്യും. പിന്നെ മുഖക്കുരു ഒക്കെ വന്നിട്ടുള്ള പാടുകളുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കും. പിന്നെ സ്കിന്ന് റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല ക്വാളിറ്റീസ് റോസ് ഹിപ്പ് ഓയിലിനുണ്ട്. ഇങ്ങനെ ഓരോ ഓയിലിനും ഓരോ മാതിരിയുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ലേ, നിങ്ങൾ നല്ല വെളിച്ചെണ്ണ ആയാലും മതി, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ആയാലും മതി, നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ആയാലും മതി. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കൈവാക്കിന് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് നിങ്ങൾ ഉപയോഗിക്കാം. ഞാൻ പറയുന്ന മസാജിൻ്റെ കാര്യമാണ്. അപ്പം ഞാനിത് ബേസിക്കലി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇത് ഒരു ദിവസം ഇട്ടിട്ട് നിങ്ങളങ്ങ് നിർത്തിക്കളയരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് നല്ല ബാലൻസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ, വെള്ളം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അത് കറക്റ്റ് സമയത്തിന് എടുക്കുക. നല്ല ഉറക്കം. ഈ മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് റിലീഫ് ചെയ്യുകയും ചെയ്യും. നല്ല ഉറക്കവും കിട്ടും. നമ്മുടെ പ്രായക്കാർക്കൊക്കെ അതാണല്ലോ വേണ്ടിയത്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ഏജ് കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല. അത് സത്യം തന്നെയാണ്, ഉറക്കം കുറച്ച് കുറവായിരിക്കും. പക്ഷേ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അപ്പോൾ ഇനി കുറച്ച് വേറെ അല്ലാത്ത കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഈ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുകയും ഈ ബ്ലഡ് സർക്കുലേഷൻ കാരണം ഓക്സിജനും ന്യൂട്രിയൻസിലും എല്ലാം സ്കിൻ സെൽസിലോട്ട് എത്തും. പെട്ടെന്ന് സ്കിൻ സെൽസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ റീജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ബേസിക് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഒരു വലിയ ബെനിഫിറ്റാണ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ ചെറുപ്പകാലത്ത്, അതായത് ടീനേജ് 20s 30s 30s 20-25 വരെയൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പം നന്നായിട്ട് നിൽക്കണം, നമ്മൾ നല്ല തുടുത്തിരിക്കുന്നതും നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നതുമൊക്കെ. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും തടവാനും, നമ്മുടെയൊക്കെ പ്രായക്കാർ തടവാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഇതായിട്ടിരിക്കും. നമ്മൾ ചിലപ്പം എന്നെപ്പോലുള്ളവർ കാണും, തടവാനേ പോയിട്ടില്ലാത്ത ആൾക്കാർ കാണും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഫേസ് മസാജോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി മസാജോ ഒക്കെ തനിയെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. പിന്നെ ഫേസ് മസാജ് അപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഈ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആയിരിക്കുമ്പോഴും കറക്റ്റിന് നമ്മൾ സ്കിന്ന് സൂക്ഷിക്കാത്തത് കൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മുടെ ഏജ് മാറ്റർ ചെയ്യും. അതെല്ലാം കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനും ഒരുപാട് വിസിബിൾ ആയിട്ടിരിക്കുക, കാണാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല തുടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും, കുറച്ചൊക്കെ തുടുത്തിരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രായക്കാർ എന്തായാലും ഇതെല്ലാം വന്നിരിക്കും. പക്ഷെ എന്നാലും നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി, നിങ്ങളുടെ ഏജിലുള്ള ഒരേ ഏജ് കാറ്റഗറിയിൽ വരണം ഒരു 10 പേരെ എടുത്താൽ 10 പേരുടെ സ്കിന്നും 10 മാതിരി ഇരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർ സ്കിന്ന് സൂക്ഷിക്കുന്നതുകൊണ്ടാണ്.
ചിലർ സ്കിന്ന് സൂക്ഷിക്കാത്തതുകൊണ്ടും ഇല്ലേ. കൊളാജൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് പറ്റും, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നല്ലതാവും. അപ്പോൾ സ്കിന്നിനൊരു ഉറപ്പ് വരും. ഈ സ്കിന്നിന് ഉറപ്പില്ലാതാകുമ്പോഴാണല്ലോ സ്കിന്ന് സാഗ് ചെയ്യുന്നത്. ഇതെല്ലാം മാറിക്കിട്ടും കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ. അപ്പം അതാണ് ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടുള്ള നല്ലൊരു ബെനിഫിറ്റ് അതാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല, ചിലരുടെ കണ്ണിൻ്റെ താഴെ ഇവിടെ പഫിനെസ് കാണും. ഈ പഫിനെസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ലിംഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡ് അവിടെ ഒരു ഫ്ലൂയിഡ്, ടോക്സിൻസും ഫ്ലൂയിഡും ഒക്കെ കെട്ടി നിൽക്കുന്നുണ്ടാണ്. പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും കെട്ടി നിൽക്കുന്നത്. പക്ഷെ നിങ്ങളൊരു ചെറിയ ലൈറ്റായിട്ടുള്ളൊരു മസാജ്, ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ഈ ഇവിടെയൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊന്ന് തടവി ഈ അറ്റത്ത് കൊണ്ടുവന്ന് ഇതെങ്ങോട്ടങ്ങ് തടവി താഴോട്ടങ്ങ് കൊണ്ടുപോകണമെങ്കിൽ ഇത് ലിംഫാറ്റിക് ഡ്രെയിനേജിൽ കൂടെ ഈ ടോക്സിൻസും ഈ അഴുക്ക ഫ്ലൂയിഡും എല്ലാം അങ്ങ് പോകും. അപ്പോൾ ഈ പഫിനെസ് കുറയും. ഈ കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ ടോക്സിൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇത് കുറയും. അപ്പോൾ ഈ പഫിനെസ് അങ്ങ് കുറയ്ക്കും. അപ്പം ചിലരാണെങ്കിൽ തൊടത്തില്ല, പക്ഷെ നമ്മൾ തനിയെ തന്നെ ചെറിയ രീതിയിൽ തടവി വിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ, അത് ഒരു ദിവസമല്ല എല്ലാ ദിവസവും നിങ്ങൾ അതൊക്കെ ചെയ്യണം. എല്ലാ ദിവസവും അല്ലേ ആഴ്ച 3 തവണയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം ലിംഫാറ്റിക് ഡ്രെയിനേജ് നല്ലതാവും. നല്ല ലിംഫ് എന്നുവെച്ചാൽ ആ ഫ്ലൂയിഡ് കാണൂല. അപ്പം സ്കിന്ന് നല്ല പ്ലം ആയിട്ടും ഒരു ഹെൽത്തി ആയിട്ടിരിക്കും. ഈ പഫിനെസ് വരുമ്പോൾ തന്നെ സ്കിൻ അൺഹെൽത്തി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും. തലവേദന ഉള്ളവർക്ക് തലവേദന കുറയ്ക്കും. റിലാക്സേഷൻ കിട്ടും. പിന്നെ ഒരു ഫീൽ ഗുഡ്, നല്ല ഒരു നമുക്ക് തന്നെ തോന്നും, അയ്യോ നമ്മളെന്ത് നല്ലതായിരിക്കും എന്നൊരു തോന്നൽ വരുമല്ലോ. ആ തോന്നൽ ഒരു ഫീൽ ഗുഡ് വരും. അതായത് ഫീൽ ഗുഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ. പിന്നെ സ്ട്രെസ് ലെവലിന് വെച്ചാൽ സ്ട്രെസ്സ് തരുന്നൊരു ഹോർമോണുണ്ട്, കോർട്ടിസോൾ എന്ന് പറയും. അതിനെ കുറയ്ക്കും. കുറച്ചതിന് ശേഷം നമുക്കൊരു ഫീൽ ഗുഡ്, ഒരു നല്ല ഒരു മൂഡ് തരും. അപ്പം നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന ഒരു മൂഡ് തരും. അപ്പം അതൊക്കെ നമ്മൾ ഹെൽത്തിന് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ സാഗിങ്, ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ സാഗിങ് ഉണ്ടല്ലോ, ഈ സാഗിങ് കുറയ്ക്കും. വെച്ചാൽ മസാജ്, ഇപ്പം മുഖത്തിനാണ് നിങ്ങൾ മസാജ് കൊടുക്കണേ, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ട് വേണം മേളിലോട്ട് പോകാനായിട്ട്. അപ്പം സാഗിങ് കുറയ്ക്കും. ഇപ്പം നമ്മളൊക്കെ എന്നും ചെയ്യൂല, സാഗിങ് ഒക്കെ ഉണ്ടാകും എല്ലാം തന്നെ, പക്ഷെ ചെയ്യാൻ പറ്റുമ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യണം. പിന്നെ ജോ ലൈൻസിന് നല്ലൊരു ഫിനിഷിങ് കൊടുക്കും. ഇവിടത്തെയൊക്കെ സ്കിന്ന് സാഗ് ചെയ്ത് നിൽക്കത്തില്ല. ഈ കണ്ണിൻ്റെ ചുറ്റും മസാജ് കൊടുക്കുമ്പോൾ കണ്ണിനൊരു പ്രത്യേക ഒരു ഫീല് വരും. പിന്നെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കും. ഡാർക്ക് സർക്കിൾസ് നിങ്ങൾ നിത്യവും കണ്ണിന് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കാരണം അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ അത് കാരണം നമ്മൾ കണ്ണിൻ്റെ ചുറ്റാകെ കൊടുക്കുന്ന മസാജ് എപ്പോഴും നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചേ കൊടുക്കാവൂ. പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ മോതിരം ഒന്നും കാണരുത്. മോതിരമൊക്കെ ഇട്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മോതിരം കൊണ്ട് സ്ക്രാച്ച് ആവാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ കണ്ണിന് ചുറ്റും കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രഷർ കൂടുതൽ കൊടുക്കാതിരിക്കുക. പുരികത്തിനും മസാജ് കൊടുക്കുക. എല്ലാ ഭാഗത്തും മസാജ് കൊടുക്കുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ, തലവേദന ഉള്ളവർക്ക് തലവേദന ഇല്ലാതാകും. മൈഗ്രെയിൻ ഉള്ളവർക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, പലരും തലവേദന എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് സർക്കുലർ മോഷനിൽ തടവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ടെമ്പിൾ ഏരിയയാണ്. അപ്പോൾ അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് തലവേദന കുറയ്ക്കും, സ്ട്രെസ് ലെവൽ കുറയ്ക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്കിന്ന് നല്ല സ്മൂത്താവും, ഹെൽത്തി ആയിട്ട് സ്കിന്നിരിക്കും. സ്കിൻ സൈക്കിളിൽ പറയുന്നത് 28 ദിവസത്തിലൊരിക്കൽ നമുക്ക് പുതിയ സ്കിന്ന് വരും. ഡെഡ് സ്കിൻ സെൽസ് പോയിട്ട് പുതിയ സ്കിന്ന് റീജനറേറ്റ് ആവുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഏജൊക്കെ കഴിയുമ്പം ഈ റീജനറേറ്റ് ആവാനുള്ള ടൈം കൂടുതൽ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം മെറ്റബോളിസം ഒക്കെ ലോ ആകുമ്പോഴത്തേക്ക് റീജനറേറ്റ് ആവാനുള്ള ടൈം കൂടുതലെടുക്കും. അപ്പം നമ്മൾ പുറമേ നിന്നൊരു പുഷും കൂടെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റീജനറേറ്റ് ആവുകയും പുതിയ സ്കിൻ സെൽസുകളും മേളിലോട്ട് സ്കിൻ നല്ല വരെയും ഒക്കെ ചെയ്യും. അപ്പം അത് കാരണം ഈ മസാജും നല്ല നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അത് എളുപ്പം നടക്കും. അതാണ് സ്കിന്നിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. മറ്റൊരുമാതിരി ഒരു ജീവനില്ലാത്ത സ്കിന്നെന്ന് പറയൂലേ, അങ്ങനെ തോന്നിപ്പിക്കും. അപ്പം അങ്ങനെ അല്ലാതാക്കാനാണ് നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ എന്തുവാണ്? നിങ്ങൾ എല്ലാ ദിവസവും നല്ലൊരു സ്കിൻ റൂട്ടീൻ അല്ലെങ്കിൽ സ്കിൻ റെജീം നോക്കുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഹെൽത്തി ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ നോക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നിങ്ങളൊക്കെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ദിവസവും നിങ്ങൾ ചെയ്യുക. നിങ്ങളൊക്കെ നന്നായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ സന്തോഷമായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ അവരും ശ്രമിക്കുക നിങ്ങളെയൊക്കെ നല്ല സന്തോഷമായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ UVA UVB ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ, പിന്നെ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്, അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. വീടിൻ്റെ ഉള്ളിലായാലും വീട്ടിന് പുറത്തായാലും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് മുന്നേ തന്നെ നിങ്ങൾ ഇടുക. പിന്നെ തീരെ വെയിലത്ത് നടക്കാതിരിക്കുക. വെയിലത്തിന് ഇപ്പോൾ പോകേണ്ടി വന്നാൽ കുടയോ വല്ലോ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഏജിലൊക്കെ ഒരുപാട് സൺ ടാൻ അടിക്കാൻ കൂടുതൽ ചാൻസസ് ആണ്. പിന്നെ ഇച്ചിരി നല്ല ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫെയർ ആയിട്ട് ഇരിക്കുന്നവർക്ക് അടിക്കുന്നതിനേക്കാളും കുറച്ച് ഡസ്കി ടോൺ ഉള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ പിഗ്മെൻറ്റേഷൻ വരാൻ എളുപ്പമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ രാത്രിയിൽ ഇതെല്ലാം മാറ്റി നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നൈറ്റ് ക്രീമോ, അത് നിങ്ങളുടെ സ്കിന്നിന് റെറ്റിനോൾ അടങ്ങിയ നൈറ്റ് ക്രീംസുകൾ, റെറ്റിനോൾ നമുക്കെല്ലാം വേണ്ടിയതാണ്. അപ്പോൾ റെറ്റിനോൾ അടങ്ങിയ സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുക. നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരുപാട് നേരം മൊബൈലിലും TV-യിലും ഒന്നും നോക്കാതിരിക്കുക. പിന്നെ എപ്പോഴും സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ പില്ലോ കവർ മാറ്റുക. പിന്നെ ബെഡ്ഷീറ്റ്സും പില്ലോ കവറും ഒക്കെ മാറ്റണം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ മുടി കെട്ടി വെച്ചിട്ട്, അതായത് പിന്നിയിട്ടിട്ടോ എങ്ങനെയെങ്കിലും കെട്ടി വെച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ത് പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്താലും അതൊരു പാച്ച് ടെസ്റ്റ് 48 മണിക്കൂറോ 96 മണിക്കൂറോ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. പലരും എൻ്റെ അടുത്ത് കമൻസിൽ കൂടെ എഴുതിയിട്ടുണ്ട്, ആയുർവേദ പ്രോഡക്ട്സ് ആണെങ്കിൽ എന്തുകൊണ്ട് അലർജി ഉണ്ടാകുന്നു, റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രോഡക്റ്റ് ആയാലും, ഈ ലോകത്ത് എന്ത് പ്രോഡക്റ്റ് ആയാലും അലർജി ഉണ്ടാകും. അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ള. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ വേവിക്കുന്ന സാധനങ്ങൾ പോലും നമുക്ക് പലപ്പോഴും അലർജി ഉണ്ടാകത്തില്ലേ? പലർക്കും നാരങ്ങ അലർജിയല്ലേ, പലർക്കും കാപ്പി അലർജിയല്ലേ? അപ്പം നമ്മൾ കഴിക്കുന്നതിൽ അതെല്ലാം അലർജി ഉണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ചിലരുടെ സ്കിന്നിൽ അത് പറ്റത്തില്ല, ചിലരുടെ സ്കിന്നിൽ അത് നന്നായിരിക്കും, ചിലരുടെ സ്കിന്നിൽ അത് ഒരു ഗുണവും ഇല്ലാതിരിക്കും. അപ്പം അത് എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് മസാജിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം മസാജ്, ഫേഷ്യൽ മസാജ് നിങ്ങൾ കൊടുത്തിരുന്ന ഒരു ഏജ് വരെ നിങ്ങൾക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെയും നിങ്ങളുടെ സ്കിന്നിന് അതിൻ്റേതായ ഒരു ടൈറ്റ്നസ് കിട്ടും. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് കിട്ടാത്ത. കണ്ടിട്ടില്ലേ പഴയ അമ്മച്ചിമാരെയൊക്കെ, എന്ത് നല്ല സ്കിന്നും എന്ത് നല്ല ആരോഗ്യമായിട്ടും. അവരൊക്കെ എണ്ണ തേച്ച് കുളി എന്ന് പറഞ്ഞൊരു കുളിയുണ്ടല്ലോ, അതൊക്കെ അവർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ എണ്ണ തേച്ച് കുളിയായാലും മതി. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്കൊന്നും അതിനൊന്നും സമയമില്ല, അവർക്ക് ഒന്നിനും സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുഖത്തുള്ള കാര്യമെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളിതെല്ലാം എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാനുള്ള മസാജ് ടെക്നിക്കും കൂടെ ഞാൻ കാണിച്ചു തരാമേ. അപ്പം ഞാൻ എങ്ങനെയാണ് മസാജ് ടെക്നിക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അതായത് ആദ്യം കഴുത്തിൽ മാലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വയ്ക്കുക, കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ കുറച്ച് കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം ഇത്ര മോയ്സ്ചറൈസർ ഞാൻ കയ്യിലെടുത്തു. എന്നിട്ട് ഞാനൊന്ന് കയ്യിൽ അത് പാമിൽ ഇങ്ങനെ തടവി. അപ്പോൾ എല്ലായിടവും കയ്യിലാവും. നല്ല കൂടുതലെടുക്കാം കേട്ടോ. എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് കയ്യിലെടുത്തു. കയ്യിലെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് തുടങ്ങുക. ഇവിടെ നിന്ന് തുടങ്ങി ഇതുവരെ കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങി ഇതുവരെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ നമ്മൾ മുഖം മാത്രം ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ ഇവിടെ എല്ലാം സ്കിന്നൊക്കെ ഒരുപാട് ചുളിഞ്ഞിരിക്കുക. അപ്പോൾ അതാവാതിരിക്കാനാണ് ഇവിടം തൊട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു 5 പ്രാവശ്യം, ഓക്കെ, 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പ്രഷർ കൊടുക്കുക. ഇത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പ്രഷർ കിട്ടും. നമ്മുടെ കയ്യിലാകുമ്പോൾ സ്വയം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അങ്ങനെ ചെയ്യുക. ഒരു 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ അപ്പോൾ ആ ക്രീം നമ്മുടെ സ്കിന്നിൽ അങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഉള്ളിലോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മോയ്സ്ചറൈസർ എടുക്കുക. മോയ്സ്ചറൈസർ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുത്തിലോട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം കഴുത്ത് മേളിലോട്ടാക്കുക. എന്നിട്ട് കഴുത്തിലോട്ട് കൊടുക്കുക.
5 എന്നുള്ളത് 3 ആണെങ്കിൽ 3, 6 ആണെങ്കിൽ 6, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടിൻ്റെ കാര്യമാണ്. അപ്പം ചെയ്യുക. അതായത് ആദ്യം ഇവിടെ ഇങ്ങനെ ചെയ്യുക, പിന്നെ നടുഭാഗം, പിന്നെ ഈ ഭാഗം. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അപ്പം ഇവിടെ തൊട്ട് ഇതുവരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ മുഖത്താണ് ചെയ്യാനുള്ളത്. മുഖത്ത് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, താടിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് ഇട്ടതിന് ശേഷം, അല്ലെ എണ്ണയാണെങ്കിൽ നമ്മൾ ഫുള്ള് തടവിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ തടവിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, 2 ഫിംഗേഴ്സ്, അതായത് ഇങ്ങനെ കുറച്ചൊന്ന് തല ചരിച്ച് വെച്ചിട്ട് 2 ഫിംഗേഴ്സ് ഉപയോഗിക്കുക. അതായത് ഇവിടുത്തെ ജോയിൽ ഈ എല്ലുണ്ടല്ലോ, ഈ എല്ലിന് ഒരു ഷേപ്പ് വരാനാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്ന സാഗി നടക്കുന്നതിനൊക്കെ കുറച്ചൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട, നമ്മുടെ കൈ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് അത് കൊടുക്കുമ്പോൾ ഇവിടം വരെ, അതായത് ഈ ചെവിയുടെ ഇതുവരെ വരണം. ഓക്കെ, ഇതുവരെ വരണം, മനസ്സിലായോ? അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് തിരിച്ചും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തല ചരിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം കൊടുക്കുക. കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് ഈ താടിയുടെ ഇത്രയും ഭാഗമാണ് കൊടുക്കാനുള്ളത്. അത്രയും ഭാഗം കൊടുക്കുമ്പോൾ സാധാരണ തമ്പ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ തമ്പ് വെച്ച് ചെയ്യാൻ നമുക്ക് സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ ഫിംഗർ വെച്ച് കാണിച്ചു തരാം. ആദ്യം ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിലാണ്. സർക്കുലർ മോഷനിൽ നമുക്ക് എത്ര പ്രഷറാണോ വേണ്ടിയത് അവിടെ വന്നതിന് ശേഷം ഇവിടെ നല്ലൊരു പ്രസ് കൊടുക്കുക. വീണ്ടും താഴോട്ട് വരിക, സർക്കുലർ മോഷനിൽ മേളിലോട്ട് പോവുക, പ്രസ് കൊടുക്കുക, താഴോട്ട് വരിക. മനസ്സിലായോ? ഇങ്ങനെ 5 പ്രാവശ്യം. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് ഇങ്ങനെ പോകാം. ഇവിടെ എന്നിട്ട് പ്രസ് കൊടുക്കുക, ഇവിടെയും പ്രസ് കൊടുക്കുക, പ്രസ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെയും പ്രസ് കൊടുക്കുക. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്യുക. അത് തല ചരിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു 5 പ്രാവശ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 5 പ്രാവശ്യം കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ല ആയുർവേദ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്താലും മതി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഇവിടം വരെ വരണേ, ഇങ്ങനെ. ഓക്കെ, അതേപോലെ ഇപ്പുറത്തെ വശത്തും ഓരോ മസാജും 5 പ്രാവശ്യം വീതം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവശ്യം 5 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ആവാം. എന്നിട്ട് ഈ വശത്തും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കണ്ണും അടച്ച് റിലാക്സ് ചെയ്ത് ചെയ്യണം. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് കണ്ണ് തുറക്കുന്നത്. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം 2 കൈ ഉപയോഗിച്ച് ഇവിടെ മൂക്കിൻ്റെ പാലത്തുനിന്ന് ഇങ്ങനെ പോയി ഈ ടെമ്പിളിലോട്ട് കൊണ്ടുവരണം. ഇവിടെ ഓക്കെ, ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ആ പഫിനെസ്, ഇവിടുത്തെ സ്കിന്നിൽ വരയൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെയൊക്കെ പലർക്കും ഇങ്ങനെ നല്ല തൊടിയുണ്ടല്ലോ, ആ തൊടിയും എല്ലാം അങ്ങ് കുറയുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ ഇരിക്കും, പക്ഷെ എന്നാൽ കൂടുതൽ വരത്തില്ല. ഇതും 5 പ്രാവശ്യം ചെയ്യണം. ചെയ്തതിന് ശേഷം പിന്നെ കണ്ണ്, പിന്നെ മൂക്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുമല്ലോ, ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് മൂക്കിനും കൂടെ കിട്ടിക്കോളും. മനസ്സിലായോ? ഇങ്ങനെ അതായത് ഇവിടെ നിന്ന് കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മൂക്കിലും കൂടെ പോയാണ് ഇങ്ങനെ പോകണം. ഇനി കണ്ണിൽ റിംഗ് ഫിംഗർ വെച്ചാണ് ഒരുപാട് പ്രഷർ കണ്ണിൽ കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ണിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ വരിക, വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ വരിക, തിരിച്ചും ഇതേപോലെ 5 പ്രാവശ്യം.
പിന്നെ കണ്ണിൻ്റെ പോളയിൽ പതുക്കെ, കാരണം അവിടെയൊക്കെ നമുക്ക് നിറച്ച് ചുളിവുകളാണല്ലോ, അപ്പോൾ പതുക്കെ ചെയ്യുക. ഒരുപാട് പ്രഷർ കൊടുക്കണ്ട, കണ്ണാണ്, അതുകൊണ്ട് ഒരുപാട് പ്രഷർ കൊടുക്കാതെ വേണം ചെയ്യാൻ. എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, ഈ ഫിംഗർ വെച്ച് തന്നെ കണ്ണിൽ ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ 2 ഫിംഗർ ഉപയോഗിച്ച്, ഇൻഡെക്സ് ഫിംഗർ, ഇതാണ് ഇൻഡെക്സ് ഫിംഗർ, ഇത് മിഡിൽ ഫിംഗർ, അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ പുരികത്തിന് കൊടുക്കുക. പുരികത്തിന് പ്രസ്സിങ് ആണ്, പ്രസ്സിങ് കൊടുക്കുക. ഇങ്ങനെ 1 2 3 ഈ ടെമ്പിൾ വരെ പ്രസ് ചെയ്യുക. എന്നിട്ട് പിന്നെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരിക. ഇനിയും 1 2 3 ടെമ്പിൾ വരെ വീണ്ടും കൊണ്ടുവരിക. ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഇതുവരെ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ആകെയുള്ള 4 ഹെഡാണുള്ളത്. 4 ഹെഡ് ഉള്ളപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇവിടെ ലൈൻസുകൾ കാണും നമ്മുടെ പ്രായക്കാർക്കൊക്കെ. അപ്പോൾ ആ ലൈൻസിൽ നമ്മൾ കുറച്ചൊന്ന് മസാജ് കൊടുക്കണം. അത് മസാജ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഫിംഗർ ടിപ്പ് വെച്ചാണ് ആ ലൈൻസിനെ അങ്ങ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ പതുക്കെ 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 മസാജ് കൊടുക്കണം. എന്നിട്ട് ടെമ്പിളിൻ്റെ അവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഹെയർ ലൈൻസിൽ ഇവിടെ ഇങ്ങനെ കൈവച്ചിട്ട് ഹെയർ ലൈൻസിൽ ഇങ്ങനെ 4 ഹെഡിലും ഹെയർ ലൈൻസിൻ്റെ അങ്ങോട്ടത്തേക്ക് മസാജ് കൊടുക്കുക. ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് ആക്കുക. ഓക്കെ, കാരണം ഇവിടെ നിന്ന് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടെ ഇതെല്ലാം അങ്ങ് പോയിക്കോളും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുക. ഈ എല്ലാ മസാജും വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാം. അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്, ഇങ്ങനെയും ചെയ്യാം. ഇനി ബാക്കിൽ ഇപ്പം ഇങ്ങനെ പോകുന്ന മസാജ് ഉണ്ടല്ലോ, ആദ്യം ഞാൻ കാണിച്ചു തന്നെ, ഇങ്ങനെ പോകുന്ന മസാജിങ് ബാക്ക് വരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൈക്ക് പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇത്രയാണ് മസാജ് ടെക്നിക്ക്. ഓക്കെ, മസാജ് ടെക്നിക്ക്. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് കിടന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ മസാജ് ടെക്നിക്ക്. അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഈ ഫേഷ്യൽ സ്ട്രക്ചറിനൊക്കെ തന്നെ നല്ല ഒരു ചെറുപ്പം നിലനിൽക്കും. ഒരുപാട് സാഗ് ചെയ്യണമൊക്കെ ഇവിടെയാണ് നമുക്ക് ഒരുപാട് സാഗ് ചെയ്യണ പോർഷൻ. അപ്പോൾ ഈ സാഗ് ചെയ്യണത് കുറയ്ക്കാൻ ഈ മസാജ് സഹായിക്കും. പിന്നെ ഇവിടുത്തെ ഈ തൊടി കുറയ്ക്കാനായിട്ട് ഈ മസാജ് സഹായിക്കും. ഇവിടുത്തെ പഫിനെസ് കുറയ്ക്കാനും ഈ മസാജ് സഹായിക്കും. കണ്ണിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും കണ്ണിൻ്റെ ചുറ്റാകെ മസാജ് കൊടുക്കണം, ഭയങ്കര റിലാക്സേഷനുമാണ്. അപ്പോൾ അത് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മസാജ് ടെക്നിക്ക്. വളരെ എളുപ്പമാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ, ബൈ, ലവ് യു ആൾസ്.